യെസ്, ഇപ്പോൾ കൂടുതൽ നേതാക്കളൊക്കെ അവിടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. ഈ മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം, ഈ ശുചിമുറി ഉൾപ്പെടുന്ന ഒരു കെട്ടിടത്തിന്റെ ഭാഗം പൂർണ്ണമായും മണ്ണോട് ചേരുകയാണ് ഉണ്ടായത്. അപകടമുണ്ടായ ഉടൻ തന്നെ അവിടെ സമീപത്തെ വാർഡുകളിൽ നിന്നൊക്കെ രോഗികളെ മാറ്റിയെങ്കിലും ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന നടന്നില്ല. അവിടെ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നതുപോലും പരാതി ഉയർന്ന ശേഷമാണ്. ബിന്ദുവിനെ കാണാനില്ല എന്ന് ബന്ധുക്കളും അതുപോലെ തന്നെ ഭർത്താവും പരാതി ഉന്നയിച്ച ശേഷം ഏതാണ്ട് 2 മണിക്കൂറോളം എടുത്തു അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ. പക്ഷേ അപ്പോഴേക്കും ബിന്ദു മരണപ്പെടുകയാണ് ചെയ്തത്. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, ഇപ്പോൾ ഈ അപകടത്തെ നിസാരവൽക്കരിച്ചുകൊണ്ടുള്ള ആരോഗ്യമന്ത്രി വീണയുടെയും അതുപോലെ തന്നെ മന്ത്രി വി എൻ വാസവന്റെയും പ്രതികരണമാണോ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ദിവ്യ, ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഈ സംഭവത്തെ ലഘൂകരിച്ച് കാണിച്ച തരത്തിലുള്ള പരാമർശങ്ങൾ ഏറെ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇപ്പോൾ ഇടയാക്കിയിട്ടുണ്ട്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ ഇവിടെ എത്തിയ മന്ത്രി വി എൻ വാസവനും അതോടൊപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജും അടക്കം പറഞ്ഞത് ഈ കെട്ടിടത്തിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല, ഈ കെട്ടിടം പൂർണ്ണമായും ഈ വാർഡുകൾ പ്രവർത്തിച്ചിരുന്നില്ല, അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാണ്. കൂടാതെ പരിക്ക് പറ്റിയവരുടെ പരിക്ക് ഗൗരവ സ്വഭാവത്തിലുള്ളതല്ല, കൂടുതൽ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം തന്നെ പിന്നീട് ഈ വാർഡിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നപ്പോഴും പിന്നെ ആളുകളുടെ പ്രതികരണങ്ങൾ വന്നപ്പോഴും ഈ വാർഡുകളിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ 140ഓളം ആളുകളെ വാർഡുകളിൽ നിന്നും മാറ്റിയതായും സൂപ്രണ്ടിന്റെ പ്രതികരണം കൂടി വന്നത് വലിയ വിമർശനങ്ങൾക്കിടയാക്കി. തുടർന്നാണ് രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളായ BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതികളും ജനപ്രതിനിധികളുമൊക്കെയും എത്തി ഈ സംഭവത്തെ ലഘൂകരിച്ച് കാണിക്കുവാനാണ് സർക്കാർ ശ്രമമെന്നും അതോടൊപ്പം മന്ത്രിമാരുടെയും അടക്കം പ്രതികരണങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുകയും ഈ കെട്ടിടാവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കിയുള്ള പരിശോധന നടത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും 12:30 വീണ്ടും പരിശോധന നടത്തിയപ്പോഴാണ് ബിന്ദുവിന്റെ മൃതദേഹം ലഭിക്കുകയും ചെയ്തത്. ബിന്ദുവിന്റെ മകൾ ന്യൂറോ സർജറി വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ആ കുട്ടിയുടെ ബൈസ്റ്റാൻഡറായാണ് അമ്മ ഇവിടെ നിന്ന്. അവർ കുളിക്കാൻ പോയപ്പോഴാണ് ഈ അപകടമുണ്ടായത്. അവരെ കാണുന്നില്ല എന്നുള്ള തരത്തിലുള്ള പരാതി അവരുടെ ഭർത്താവ് പ്രതിഷേധന ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. അപ്പോൾ പരിക്കേറ്റ ഒരാൾ അവിടെ കാഷ്വാലിറ്റിയിൽ എത്തിയിട്ടുണ്ട്, കൂടുതൽ ആളുകൾക്ക് പരിക്കില്ല എന്നുള്ള വിശദീകരണമാണ് പോലീസിന്റെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും പിന്നീട് ഇപ്പോൾ കൂടുതൽ UDF നേതാക്കൾ തിരുവഞ്ചൂർ MLAയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടേക്ക് എത്തി ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി അവർ രാഷ്ട്രീയമായ വിഷയത്തെ നേരിടുമെന്ന് തന്നെ പറയുകയാണ്. പ്രത്യേകിച്ച് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം വൈകുന്നതിന് കാരണം ചില അതിന്റെ പബ്ലിസിറ്റിയുടെ ഭാഗമായി സർക്കാർ മനഃപൂർവ്വം ആരോഗ്യവകുപ്പ് വൈകിപ്പിക്കുക എന്നുള്ള ആക്ഷേപവും അവർ ഉയർത്തുന്നുണ്ട്. എന്തായാലും ബിന്ദുവിന്റെ മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വൈകിട്ടോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തും. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് ജില്ലയിലെത്തി ജില്ലാ മധ്യമേഖല അവലോകന യോഗം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. പൊടുന്നനെ മന്ത്രിമാർ ഇവിടെ എത്തിയെങ്കിലും പ്രധാന രക്ഷാപ്രവർത്തനത്തിന് ഏകോപിപ്പിക്കേണ്ട ഉദ്യോഗസ്ഥതലത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട കളക്ടറുടെ അടക്കം അസാന്നിധ്യം ഇവിടെ ശ്രദ്ധേയമായിരുന്നു. അതടക്കം പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും കാലതാമസം നേരിട്ടത് യന്ത്രസാമഗ്രികൾ ഇവിടെ എത്തിച്ചുള്ള പരിശോധന, ഹിറ്റാച്ചി അടക്കമുള്ളവ എത്തിച്ചു, JCB അടക്കമുള്ളവ എത്തിച്ചുള്ള പരിശോധന വൈകി എന്നുള്ള ആക്ഷേപം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. നാം ഇപ്പോൾ നിൽക്കുന്ന ഈ അപകടം നടന്ന സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ഭാഗങ്ങളും അപകടമുണ്ടായ സ്ഥലത്തിന്റെ മറ്റു 3 ഭാഗങ്ങളിലും കെട്ടിടങ്ങളാണ്. ഒരു ഭാഗത്തു നിന്നും വാഹനത്തിലൂടെ ഈ സ്ഥലത്തേക്ക് എത്താൻ കഴിയില്ല, ആംബുലൻസ് അടക്കം അല്ലെങ്കിൽ JCB അടക്കം എത്താൻ കഴിയില്ല. പിന്നീട് ഈ മറ്റൊരു വാർഡിന്റെ നടപ്പാത പൊളിച്ചാണ് JCB ഹിറ്റാച്ചി അടക്കം എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങി 15 മിനിറ്റിനുള്ളിൽ തന്നെ മൃതദേഹം ലഭിച്ചു. അപ്പോൾ തന്നെ MLA ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവർ ഇതിൽ വലിയ വിമർശനം ഉന്നയിച്ചു. തങ്ങൾ ഉന്നയിച്ച ആവശ്യം വളരെ ജെന്യുവിനായിരുന്നു. ഇത്തരത്തിൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാനാണ് യന്ത്രങ്ങൾ എത്തിച്ചുള്ള പരിശോധന നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ അതിനെ വളരെ ലഘൂകരിച്ച് കാണുവാനാണ് ആരോഗ്യവകുപ്പ്, മെഡിക്കൽ കോളേജ് അധികൃതരും മന്ത്രിമാരടക്കം ശ്രമിച്ചതെന്നുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷ
പാർട്ടികൾ ഉന്നയിച്ചത്. BJPയും അതോടൊപ്പം ലീഗ്, SDP അടക്കമുള്ള വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളൊക്കെയും എത്തി ഈ വിഷയം ഉയർത്തുകയും ചെയ്തു. എന്തായാലും UDFന്റെ പ്രത്യേക സംഘം ഇവിടെ സന്ദർശനം നടത്തി ഈ അപകടത്തിൽപ്പെട്ട ബിന്ദുവിന്റെ മകളെ സന്ദർശിക്കുകയും ചെയ്തു. എന്തായാലും കൂടുതൽ ആളുകളെ ഈ ആശുപത്രിയിൽ നിന്ന് അപകടത്തെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുള്ളൊരു ആക്ഷേപം ഉയർന്നിരുന്നു. അത്തരമുള്ളൊരു ഇടപെടലൊക്കെ ഉണ്ടായാൽ എന്ത് വില കൊടുത്തും അതിനെ തടുക്കും. കൂടാതെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഇടപെടലാണ് സർക്കാർ നടത്തേണ്ടത്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഗൗരവതരത്തിലുള്ള വീഴ്ച സർക്കാരിനും മന്ത്രിമാർക്ക് സംഭവിച്ചു എന്നുള്ള കാര്യവും ഈ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്നൊരു അപകടം. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാമായിരുന്നു, ഒരു കെട്ടിടത്തിന്റെ 3 നില കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും, ശുചിമുറിയുടെ ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് പോയി. അപകടത്തിൽപ്പെട്ടത് 2 പേർക്കാണ് പരിക്കേറ്റത്. വയനാട് മീനങ്ങാടി സ്വദേശിയായ 11-കാരിയായ അലീന, അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായ പ്രദീപ്. ഇവർക്ക് 2 പേർക്കുമാണ് പരിക്കേറ്റത്. അവരുടെ പരിക്ക് ഗൗരവ സ്വഭാവത്തിലുള്ളതല്ല. പക്ഷേ കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടില്ല, കൂടുതൽ ആളുകൾക്ക് അപകടമുണ്ടായിട്ടില്ല, വേറെ കാഷ്വാലിറ്റികളൊന്നുമില്ല എന്നുള്ളതായിരുന്നു മന്ത്രിമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആദ്യഘട്ടത്തിൽ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം നൽകിയത്. പിന്നീട് മന്ത്രിമാരുടെ വാദങ്ങളും സർക്കാരിൻ്റെ വാദങ്ങളും പൂർണ്ണമായും തെറ്റാണെന്ന് ഈ മൃതദേഹം ലഭിച്ചപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയും തങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പരാതിയും ആക്ഷേപങ്ങളും ശരിയാണെന്നുള്ള കാര്യം അവർ പറയുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങൾ ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. ഇപ്പോൾ ഈ JCB എത്തിച്ചുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ പരിശോധനകൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. JCB ഹിറ്റാച്ചി അടക്കമുള്ള ഇവിടുന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ 4 വശവും അടച്ചു കെട്ടിയ ആളുകൾക്ക് പ്രവേശനവും നിരോധിച്ചിട്ടുണ്ട്. 140ഓളം ആളുകൾ 11, 14 വാർഡുകളിലായി ഉണ്ടായിരുന്ന 140ഓളം ആളുകളെ മറ്റ് വിവിധ വാർഡുകളിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. എന്തായാലും ഒരു കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ അടുത്തിടെ ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ ഈ പുതുതായി ഉദ്ഘാടനം ചെയ്യാനിരുന്ന കെട്ടിടം 2022 നിർമ്മാണത്തിനിടയിൽ വലിയ തീപിടുത്തമുണ്ടായി വലിയ നാശനഷ്ടങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്തതാണ്. കൃത്യമായ ഒരു ആസൂത്രണവും മേൽനോട്ടവും അല്ലെങ്കിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഭരണതലത്തിൽ നിന്നും ഈ വിഷയങ്ങളിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ പ്രതിപക്ഷ സംഘടനകൾ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു വിമർശനം. അതേസമയം മന്ത്രി വീണ ജോർജ് പറഞ്ഞത് പുതിയ കെട്ടിടത്തിലേക്ക് ആളുകളെ മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയതാണ്. മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗവും നടത്തിയിരുന്നു. അതുകൂടാതെ ഈ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായി, ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ മാറ്റുവാനുള്ള ശ്രമം തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അത്തരം ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു എന്നുള്ള കാര്യം മന്ത്രി പറഞ്ഞു. മന്ത്രി പ്രത്യേകമായി പറഞ്ഞത് ഈ കെട്ടിടത്തിൽ, അപകടം നടന്ന കെട്ടിടത്തിൽ രോഗികൾ ഉണ്ടായിരുന്നില്ല, അത് ക്ലോസ് ചെയ്ത കെട്ടിടമാണ് എന്നാണ് മന്ത്രിയുടെ വാക്ക്. പക്ഷേ മന്ത്രിയുടെ വാക്ക് പൂർണ്ണമായും വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് വാർഡിൽ നിന്നുള്ള കാഴ്ച. രോഗികൾ കിടന്നതിൻ്റെ അവരുടെ തുണികളുടെയും അതോടൊപ്പം ആളുകൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയവരുടെ പ്രതികരണങ്ങളുമൊക്കെയും നമ്മൾ പങ്കുവച്ചതാണ്. എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേർക്ക് പരിക്കേറ്റു, ഒരാൾക്ക് ദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നു. വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ്. കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീക്ക് ദാരുണമായ അന്ത്യമുണ്ടായിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ. അവിടെ വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുന്നു. പുതിയ കെട്ടിടം തൊട്ടപ്പുറത്ത് ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ്. ദിവസങ്ങളായി അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക്, ഉദ്ഘാടനത്തിലേക്ക് കടക്കാൻ പോലും അധികാരികൾ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. ഒരുപക്ഷെ ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിരുന്നുവെങ്കിൽ, രോഗികളെയൊക്കെ അങ്ങോട്ടേക്ക് മാറ്റിയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു അപകടത്തിൽ ഒരു സ്ത്രീയുടെ മരണം ഉണ്ടാവുകയുമായിരുന്നില്ല എന്ന് തന്നെയാണ് ജോസി ബാബുവാണ് അവർക്ക് നൽകി